ദില്ലത്തിലാക്കട്ടവന ജല്ല ജലാലുഹു എന്നും ദുആ ചെയ്തെന്ന് അനസ് ഫദല്ലഹു. പോലീസ് ചോദിച്ചെന്തിനാണീ ശാപം, ശപിക്കുന്നതിനുണ്ടായതെന്താ പാപം? അവനുള്ള ഭരണം മുഴുവനും തെറ്റാണ്, റബ്ബിൻ്റെ വഴിയിൽ നിന്നകന്നതുമാണ്. നബിക്കുള്ള സുനനും കൈവെടിഞ്ഞും കൊണ്ട് ഭരിക്കുന്ന ഹജ്ജാജ പ്രസിദ്ധം ഉണ്ട്. മതി മതി മതി, എനിക്ക് കൂടുതൽ പറയേണ്ട, പോകേണ്ട സമയമടുത്തു പോയി. അതുകൊണ്ട പോലീസിനോടൊപ്പം നടന്നവരെന്ന് ഹജ്ജാജവൻ മുന്നിൽ അതാ നിൽക്കുന്ന്. അനസാണോ നിങ്ങൾ എന്ന ചോദ്യം വന്ന് ഉടൻ തന്നെ അതേ എന്നുത്തരം കൊടുത്തന്ന്. താൻ എൻ്റെ ഭരണം നല്ലതല്ല എന്നും വിമർശിച്ചതായി അറിയുന്നു പലരിൽ നിന്നും. ശരി തന്നെയാണത് ഞാൻ പറഞ്ഞതു തന്നെ, വിമർശിച്ചതും ഈ അനസ് തന്നാ നിന്നെ. ഗർജിച്ചുകൊണ്ട് അനസോടവൻ പറയുന്നു, അറിവുണ്ട് എന്ത് ഭവിക്കുമെന്നിൽ നിന്ന്, എനിക്കെന്തു നിന്നിൽ എന്ത് വരുമെന്നുള്ളതിൽ എനിക്കെങ്ങിനാ വിവരം ലഭിക്കൽ ഭാവിയിൽ. ഞാൻ നിന്നെ ഏറ്റം നിജമായി തരത്തിലായി കൊല ചെയ്യുമെന്നപ്പോൾ അവൻ പറയുന്നതായി. ഉടൻ തന്നെ ഹജ്ജാജോട് അനസും അന്ന് മറുപടി പറഞ്ഞതും ഇപ്രകാരം വന്ന്, എന്നാൽ ഇബാദത്ത് റബ്ബിനുള്ളത് നീക്കണം, അത് മുഴുവനും നിനക്കായി മാറ്റിമറിക്കണം. അപ്പോൾ അവൻ അനസോട് പറയുന്നെന്തടാ ഇത് പറയുവാൻ എന്നോട് നീ ഇന്നാരടാ? അള്ളാഹുവിൻ്റെ റസൂലൊരിക്കൽ ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആരോ ആ ദുആ സുബഹിക്ക് ശേഷം ഓതി എന്നാൽ പിന്നെ ആർക്കും എതിർക്കാൻ സാധ്യമല്ല പൊന്നേ. സുബഹിക്ക് ശേഷവും ഇന്നു ഞാനത് ചെയ്തടാ, അതിനാൽ നിനക്കൊരു കഴിവുമെന്നിൽ ഇല്ലടാ. ഹജ്ജാജ് ചോദിച്ച ദുആ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് യാചിച്ചന്ന്. ശരിക്കുന്ന കാലം നിന്റെ തടിയിൽ യന്ത്രവും ആർക്കും കൊടുക്കുകയില്ലടാ ഈ മന്ത്രവും. ഇനി ദയവ് ചെയ്ത് വിടുന്നു പോകണമെന്ന് അനസ് ബിൻ മാലിക്കിനോടവൻ കരഞ്ഞെന്ന്. പോലീസ് ഹജ്ജാജിൻ്റെ ചുറ്റും നിന്ന് പറയുന്ന മീറെ എന്തു സംഭവിച്ചെന്ന്. ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടാണ് ഞങ്ങൾ പോയത്, എന്നിട്ടു പിന്നെന്താണ് വെറുതെ വിട്ടത്? അനസ് ബിൻ മാലിക്കിനുള്ള ചുമലിൽ 2 സിംഹങ്ങളും നിൽക്കുന്നതായി ഞാൻ കണ്ട്. സുബ്ഹാന റബ്ബി, വായ് പിളർന്നതു തന്നെ, ഞാൻ മിണ്ടിയാൽ മതി കൊന്ന് തിന്നും എന്നെ. പേടിച്ച് ഞാനത് കൊണ്ട് വേഗം അയച്ചതാ എന്നുള്ളതും ഹജ്ജാജ് തന്നെ പറഞ്ഞതാ. മുസ്തറഫിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, 22-ാം പേജ് 2-ൽ വന്നതാ. മൗത്തിൻ്റെ സമയം എത്തി, അപ്പോൾ പ്രസ്തുത ദുആ തൻ്റെ ഇഖ്വാനിന് നൽകി മരിച്ചതാ.